യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കുക എന്ന ഉദ്ദേശത്തോടെ അനേക യുദ്ധങ്ങൾ നടത്തി വിജയിച്ചു. വ്യക്തമായ പ്ലാൻ പ്രകാരം ഓരോ രാജ്യങ്ങളായി അദ്ദേഹം കീഴടക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ ഇനി അടുത്ത സ്ഥലം ഏത് എന്ന് അറിയാതെ പ്രാർത്ഥിക്കുന്ന മിഷണറി സംഘത്തെ നമുക്ക് കാണാം. അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ഓരോരോ പ്രദേശങ്ങൾ ക്രിസ്തുവിനായി കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്ന പൗലോസും കൂട്ടരും. 8-ാം വാക്യത്തിൽ പറയുന്നു, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയെന്ന്. നമുക്ക് സംശയം തോന്നാം, പരിശുദ്ധാത്മാവ് വചനം പ്രസംഗിക്കുന്നത് വിലക്കുമോ? ദൈവവചനം അനുസരിക്കാനും പഠിക്കാനും അത് പ്രചരിപ്പിക്കാനുമല്ലേ പരിശുദ്ധാത്മാവ് നയിക്കേണ്ടത്? എന്നാൽ നമ്മുടെ തീരുമാനങ്ങൾക്ക് എപ്പോഴും യെസ് പറയുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. തെറ്റായ ദിശയിലേക്ക് നാം നടക്കുമ്പോൾ നമ്മെ നേർവഴിക്ക് നടത്തുന്ന കാര്യസ്ഥനാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. അതിനാൽ ഓരോ ദിവസവും നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, ഇന്ന് അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന്. നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങൾ, ആഗ്രഹങ്ങൾ, ചുവടുവയ്പ്പുകൾ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നയിക്കുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന്. പരിശുദ്ധാത്മാവിന്റെ തീരുമാനത്തിന് വിധേയനായ പൗലോസും കൂട്ടരും വടക്ക് പടിഞ്ഞാറോട്ട് യാത്ര തുടരുന്നു. ഫ്രുഗ്യയിലും ഗലാത്യയിലും സഞ്ചരിച്ചു. ഈ സന്ദർശനത്തിലാകാം ഗലാത്യ സഭകൾ സ്ഥാപിച്ചത്. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് വിലക്കിയപ്പോൾ അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചുവടുകൾ വെച്ചു. ബിഥുന്യയിലേക്ക് പോകാമെന്ന് കരുതിയപ്പോൾ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനും സമ്മതിച്ചില്ല. 2-ാം പ്രാവശ്യം ആത്മാവ് സമ്മതിച്ചില്ല എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാം. നാം അറിയാത്ത പല കാരണങ്ങളും ഇതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന് അറിയാം എന്നത് നാം മനസ്സിലാക്കുക. പീഡനമേൽക്കേണ്ടി വരും എന്ന് കാരണത്താലല്ല ആത്മാവ് അവിടെയൊക്കെയും വിലക്കിയത്. കാരണം ഇവരുടെ എല്ലാ യാത്രകളിലും അവർ പീഡനം അനുഭവിച്ചിരുന്നു. ബിഥുന്യയിൽ പത്രോസും കൂട്ടരും ഇതിനോടകം സുവിശേഷം അറിയിച്ചു കഴിഞ്ഞിരുന്നു. ക്രിസ്ത്യാനികളാൽ നിറഞ്ഞിരുന്നു ആ പട്ടണം. ആ പട്ടണത്തിലേക്ക് വീണ്ടും പോകുവാൻ പരിശുദ്ധാത്മാവ് അവരെ അനുവദിച്ചില്ല എന്ന് വേണം നമുക്ക് കരുതുവാൻ. പിന്നീട് സംഘം ത്രോവാസ് എന്ന സ്ഥലത്തേക്കെത്തി. അലക്സാണ്ട്രിയ ത്രോവാസ് എന്നാണ് ഈ പട്ടണത്തിന്റെ പൂർണ്ണമായ പേര്. ഈജിയൻ കടൽ തീരത്തെ ഒരു നഗരം. റോമൻ ആധിപത്യമായിരുന്നു ത്രോവാസിൽ. ഈ ത്രോവാസിന്റെ സമീപമായിരുന്നു ട്രോയി പട്ടണം. ട്രോജൻ യുദ്ധം നടന്നത് ഇവിടെയാണ്. അനേക യുദ്ധവീരന്മാരെ ഈ പട്ടണം കണ്ടു. അലക്സാണ്ടറും ജൂലിയസ് സീസറും ഒക്കെ അവരിൽ പ്രധാനികളായിരുന്നു. എന്നാൽ ആ പട്ടണം കണ്ട ഏറ്റവും വലിയ പോരാളി അപ്പോസ്തലനായ പൗലോസ് തന്നെ എന്നതിൽ ഒരു സംശയവുമില്ല. ത്രോവാസിൽ വെച്ച് പൗലോസും കൂട്ടരും കണ്ടുമുട്ടിയ 4-ാമത്തെ വ്യക്തിയായിരുന്നു വിശുദ്ധ ലൂക്കോസ്. ഒരു യവനനും പരിശീലനം ലഭിച്ച ഒരു വൈദ്യനുമായിരുന്നു ലൂക്കോസ്. പിന്നീട് പൗലോസിന്റെ സഹയാത്രികനും വിശ്വസ്ത സ്നേഹിതനുമായി ലൂക്കോസ് മാറുകയാണ്. മുന്നിൽ കാണുന്ന ഈജിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് പോകുവാൻ വളരെ സൗകര്യമാണ്. എന്നാൽ ഇനി എങ്ങോട്ട് പോകണമെന്ന് അവർ സംശയിച്ചു. ചില വാതിലുകൾ ആസിയയിലും ബിഥുന്യയിലും അടഞ്ഞു. എന്നാൽ ഇനി എങ്ങോട്ട്? പ്രിയ ദൈവപൈതലേ, ഇതുപോലെ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ചെങ്കടലിന്റെ തീരത്ത് മോശയും ഇസ്രായേൽ ജനവും നിന്നു. പർവ്വതനിരകളും ഫറവോന്റെ സൈന്യവും, മുമ്പിൽ ചെങ്കടലും. എല്ലാം അവസാനിച്ചു. ഇനി രക്ഷയില്ല എന്ന് തോന്നിയ നിമിഷത്തിലാണ് ലോകത്താരും കാണാത്ത വഴി സമുദ്രമധ്യേ ദൈവം തന്റെ ജനത്തിനായി തുറന്നത്. ആ ദൈവം ഇന്ന് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് വഴികാട്ടിയാണ്. രാത്രിയിൽ പൗലോസ് ഒരു ദർശനം കണ്ടു. മക്കദോന്യക്കാരനായ ഒരാൾ അരികെ നിന്നു, നീ മക്കദോന്യയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് അപേക്ഷിക്കുന്നു. ദർശനം കണ്ടപ്പോൾ മക്കദോന്യയിലേക്ക് ആത്മാവ് തങ്ങളെ നയിക്കുന്നു എന്ന് മനസ്സിലാക്കി വിളി കേട്ടനുസരിച്ച് ആ സംഘം അപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു. ത്രോവാസിൽ നിന്നും അവർ പുറപ്പെട്ടപ്പോൾ ഇപ്പോൾ സംഘത്തിൽ 4 പേരായി: പൗലോസ്, ഷീലാസ്, തിമോത്തിയോസ്, ലൂക്കോസ്. 10-ാം വാക്യം മുതൽ ഞങ്ങൾ എന്ന പദം അവിടെ കാണാം. അവിടെ മുതൽ ഗ്രന്ഥകാരനായ ലൂക്കോസും ആ യാത്രയിൽ കൂടെ കൂടി എന്ന് വേണം നമുക്ക് കരുതേണ്ടത്. എന്താണ് ഈ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? മഹാനിയോഗം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഓരോരുത്തരും തങ്ങൾക്ക് ബോധിച്ച രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലം നോക്കി പോയാൽ മതിയായിരുന്നു.
എന്നാൽ ദൗത്യ നിർവഹണത്തിന് നേതൃത്വം നൽകുന്നതിൽ ദൈവത്തിന് ഒരു പരമാധികാരം ഉണ്ട് എന്നും അത് അംഗീകരിച്ച് കീഴ്പ്പെടേണ്ടത് ആവശ്യമാണെന്നും നമ്മെ ഈ സംഭവം പഠിപ്പിക്കുന്നു. സുവിശേഷം എവിടേക്ക് ആര് എത്തിക്കണമെന്നത് ദൈവമാണ് തീരുമാനിക്കുന്നത്. സകലവും നന്നായി അറിയുന്ന ദൈവം അതിനായി തക്ക സമയത്ത് വ്യക്തികളെ ഉപയോഗിക്കുന്നു. ഇവിടെ 2 വാതിലുകൾ അടഞ്ഞപ്പോൾ മറ്റൊരു വാതിൽ തുറന്നു കിടക്കുന്നു. നമ്മുടെ പ്ലാൻ പ്രകാരം നാം പലതും ആസൂത്രണം ചെയ്യാറുണ്ട്. അതൊക്കെ പരാജയപ്പെട്ടേക്കാം. എന്നാൽ അടഞ്ഞ വാതിലുകളെ നോക്കി, അടഞ്ഞ അവസരങ്ങളെ നോക്കി ഭാരപ്പെടേണ്ട. മുന്നോട്ടുള്ള വഴി കാണിച്ചു തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിരന്തരം കർത്താവിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് ചുവടുകൾ വെക്കുന്നവരായിരിക്കണം ക്രിസ്തു ശിഷ്യർ. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പൻ എന്ന് വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. യൂറോപ്പിലേക്ക് സുവിശേഷം എത്തിക്കാൻ പൗലോസിനെയും കൂട്ടരെയും തക്ക സമയത്ത് ദൈവം അവിടെ എത്തിച്ചു. നമ്മുടെ ജീവിതയാത്രയിലും ദൈവത്തിന്റെ തക്ക സമയത്ത് സകലവും ഭംഗിയായി നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാഹ്വാനം ചെയ്തുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.